ഹായ് എവരിവൺ, ഞാനൊരു പുതിയൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ എന്തിനെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതുപോലെ പല വീഡിയോസും ഫോട്ടോസും നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന വീഡിയോസും ഫോട്ടോസും ഒന്നും ഒരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അത് പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരാൾക്ക് മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വീഡിയോസ് ആയിരിക്കാം, ഫോട്ടോസ് ആയിരിക്കും. ഇത് നമ്മുടെ ഫോണിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ഓരോ വീഡിയോസും കയറുന്നതോടുകൂടി നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒന്നുകിൽ ഒരു മെമ്മറി കാർഡിലോട്ട് മാറ്റുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് ഡിസ്കിലോട്ടോ കമ്പ്യൂട്ടറുകളിലോട്ടോ ഒന്ന് മാറ്റുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ സുഹൃത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്കൊക്കെയാണ് ഞാൻ എൻ്റെ മൊബൈലിലുള്ള ഡാറ്റാസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് സൂക്ഷിച്ചിരുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പുസ്തകങ്ങൾ, പഴയകാല റെക്കോർഡ് ബുക്കുകൾ, നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഉള്ള പുസ്തകങ്ങൾ, നോട്ട് ബുക്സ്, ഇതെല്ലാം നമ്മൾ തന്നെ എഴുതിയതായതുകൊണ്ട്, നമ്മൾ പഠിച്ചതായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും അതൊന്നും ഇപ്പോൾ എടുത്ത് ആക്രിക്കോ അങ്ങനെയുള്ള ഒരിക്കലും കൊടുക്കാറില്ല. നമ്മളതെല്ലാം നമ്മുടെ ഷെൽഫുകളിലും കട്ടിൻ്റെ അടിയിലും ഒക്കെ നമ്മൾ പൊതിഞ്ഞും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. കാരണം അതെല്ലാം നമ്മുടെ തന്നെ ഓൾഡ് മെമ്മറീസാണ്. അത് തുറന്നു നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു അഭിമാനമൊക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു, നമ്മൾ അന്ന് എഴുതിയതാണ്, കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയാണ് റെക്കോർഡ് ബുക്കൊക്കെ എന്നൊക്കെ നമുക്ക് അന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, അത് തുറന്നു നോക്കുമ്പോൾ. പക്ഷേ നമ്മളൊരിക്കലും അതൊന്ന് തുറന്നു നോക്കാനോ അതിലോട്ട് നോക്കാനോ പോകാറില്ല. പക്ഷേ നമ്മളൊരു നിധി കാത്തുന്ന ഭൂതത്തെ പോലെ നമ്മളത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ഒരു ഉപയോഗമില്ല, അതവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലും അത് ചിതറിച്ച് പോവുകയോ എന്തെങ്കിലും, ഇപ്പം പ്രളയം വന്നത് പോയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഹാർഡ് കോപ്പി ആയിട്ട് അതവിടെ ഇരിക്കുവാണ്. അത് ഞാനിവിടെ പറഞ്ഞതിന് കാരണം, ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുവാണ് നമ്മുടെ പല സമയത്തും നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും. നമുക്കൊരിക്കലും അത് കളയാനായിട്ട് തോന്നത്തില്ല. നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നതോടുകൂടി നമ്മുടെ സ്റ്റോറേജ് ഫുള്ളാവുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോസ് എല്ലാം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ നമുക്ക് പബ്ലിസിറ്റി ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അൺലിസ്റ്റഡ് ചെയ്ത് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം. പക്ഷേ മറ്റുള്ള ആരും കാണാത്ത രീതിയിൽ നമുക്കത് സേവ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. എപ്പോൾ വേണോ നമുക്ക് ആ ഒരു മെമ്മറി പോലെ നമുക്കത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയും ചെയ്യാം. നമ്മുടെ ഫോൺ സ്റ്റോറേജിൽ നിന്നും നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ക്ലൗഡ് സെർവറായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മേടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷവും റിന്യൂ ചെയ്ത് നമുക്കതിനെ സൂക്ഷിക്കേണ്ട ആവശ്യവും വരുന്നില്ല. പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റാക്കിയും പബ്ലിക്കാക്കിയും നിങ്ങൾക്കതിനെ മാറ്റാനും നിങ്ങൾക്ക് എപ്പോൾ വേണോ അതിനെ വീണ്ടും അത് നോക്കാനും കാണാനും അതിൻ്റെ ആ മെമ്മറീസൊക്കെ ഒന്നുകൂടെ അയവിറക്കാനും നിങ്ങൾക്ക് കഴിയും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഓക്കെ.